ഹലോ എവരിവൺ. ഇന്ന് നോക്കാൻ പോകുന്നത് KTUവിലെ മൂന്നാമത്തെ സെമിസ്റ്ററിലെ, അതായത് S3യിലെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനകത്തുള്ള ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിന് ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണായാലും ലാപ്ടോപ്പ് ആയാലും ഇനിയിപ്പോൾ TV ആയാലും ഇതിൻ്റെ അകത്തെല്ലാം സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും ഒരുവിധം ബാറ്ററീസോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ചിപ്പ് ഉണ്ടാക്കുന്നതോ ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനോ അതിൻ്റെ മിക്കതിലും നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നതായിരിക്കും. സ്മാർട്ട് ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, അതിൻ്റെ അകത്ത് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ +1 +2 അല്ല അഥവാ അതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലൈക്ക് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സെമി കണ്ടക്ടേഴ്സ് പൊതുവേ അറിയപ്പെടുന്ന ലൈക്ക് സിലിക്കൺ വെച്ചിട്ട് ഒരു ഫൗണ്ടേഷൻസ് ഉണ്ടാക്കി ലൈക്ക് പ്രോസസ്സേഴ്സ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വരുന്നത്. ചിപ്പും ട്രാൻസിസ്റ്റേഴ്സും നമ്മൾ ഏത് ഉപയോഗിച്ചാലും, ഏതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലായാലും എന്തിനായാലും ഒരു ട്രാൻസിസ്റ്ററോ ഒരു ചിപ്പോ അതെല്ലാം ഈ SSD, അതായത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ അകത്ത് ഉൾപ്പെടും. അതുപോലെ LED, LCD ഒക്കെ ഇല്ലേ അത്, പിന്നെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ, പിന്നെ നമുക്ക് മൈക്രോ ഓവൻ, അങ്ങനെ സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബേസിക്കിലുള്ള സാധനങ്ങളൊക്കെയാണ്. എല്ലാ റീജിയൻസിലും, ഒരുവിധം എല്ലാ ഫീൽഡിലും, മെഡിക്കൽ ഫീൽഡിലായാലും അവിടുത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും ECG മെഷീൻസ് ആയാലും ഹിയറിംഗ് എയ്ഡ്സിൻ്റെ അകത്തും അതുപോലെ പേസ് മേക്കർ ഇല്ലേ അതിൻ്റെ അകത്തും ഇതിലെല്ലാത്തിലും സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മൊഡ്യൂൾ 1 പോകാം. മൊഡ്യൂൾ 1 എന്താണെന്ന് വെച്ചാൽ റിവ്യൂ ഓഫ് സെമി കണ്ടക്ടർ ഫിസിക്സ്. ഇതിൻ്റെ അകത്ത് വരുന്നത് equilibrium and steady state conditions, concept of effective mass and Fermi level, density of states and effective density of states, equilibrium concentration of electrons and holes. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ പിരിക്കാൻ പോകുന്നത്. ഒരു സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ അകത്ത് ഒരു ബേസിക് ടേം എന്ന് പറയുന്നതാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ അകത്തുള്ള ചാർജ് കാരിയേഴ്സ് എന്ന് നമ്മൾ പറയുന്നതിനാണ് ഇലക്ട്രോൺസും ഹോൾസും. എല്ലാം ബേസ് ചെയ്ത് വരുന്നത് ഈ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും മൂവ്മെൻറ്റും അവർ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ ഒരു മെക്കാനിസംസും ഇതെല്ലാം ബൗണ്ട് ചെയ്താണ് ഈ ഒരു സബ്ജക്റ്റ് ടോട്ടലി വരുന്നത്. നമുക്ക് എല്ലാം, ഏത് ഡെറിവേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, എല്ലാം എടുത്ത് നോക്കിയാലും ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ ഹോൾസിൻ്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ബൗണ്ടായിട്ട് നമുക്ക് വരുന്നത്. അടുത്ത പാർട്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എക്സസ് കരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ മെക്കാനിസംസ് ഓഫ് എക്സസ് കരിയേഴ്സ്. എക്സസ് കരിയേഴ്സ് എന്ന് പറഞ്ഞല്ലോ, കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സസ് കരിയേഴ്സിൻ്റെ ജനറേഷനും റീകോമ്പിനേഷൻ മെക്കാനിസംസും നമ്മൾ ഇതിൽ പഠിക്കും. ഇനി അടുത്ത ഒരു പാർട്ടായിട്ട് നമുക്ക് നോക്കാന്നുള്ളത് കരിയർ ട്രാൻസ്പോർട്ട് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഈ ടോപ്പിക്കിൽ തന്നെ നിങ്ങൾക്ക് പേരൊക്കെ മനസ്സിലാവും. എന്താ, നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺസും ഹോൾസും ആണല്ലോ. അപ്പോൾ കരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ മൂവ്മെന്റ്, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ അനുസരിച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞു ഡെറിവേഷൻസും കുഞ്ഞു ടേംസും ഇൻട്രൊഡക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. നോക്കുകയാണെങ്കിൽ ഡ്രിഫ്റ്റ്, കണ്ടക്ടിവിറ്റി ആൻഡ് മൊബിലിറ്റി, വേരിയേഷൻ ഓഫ് മൊബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആക്ച്വലി അതൊരു ഡെഫിനിഷനായിട്ട് പഠിച്ചു വെച്ചാലും അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഡോപ്പിംഗ് അനുസരിച്ചിട്ടാണ് ഒരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിൽ നിന്നും മറ്റൊരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിലേക്ക് ഉണ്ടാകുന്നത് പോലും. ഡ്രിഫ്റ്റ്, കണ്ടക്ടിവിറ്റി, മൊബിലിറ്റി, വേരിയേഷൻ ഓഫ് മൊബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻഫ്ലുവൻസിൽ, ഇതിൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിട്ടാണ് ഒരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിൽ നിന്നും മറ്റൊരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിലോട്ട് ഡോപ്പിംഗ് കാരണമാണ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡോപ്പിംഗ് നമുക്കൊരു ഡെഫിനിഷൻ പോലെ പഠിച്ചു വെക്കേണ്ടതിൽ പുറമെ നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നൊരു എയിമും കൂടെ നമുക്കിവിടെ ഉണ്ട്. അടുത്തത് ഹോൾ എഫക്റ്റ്, ഡിഫ്യൂഷൻ, പിന്നെ ഐൻസ്റ്റീൻസ് റിലേഷൻസ്, പോയ്സൺ ഇക്വേഷൻസ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻസ്, ഇതെല്ലാം എസ്സേസ് ആണ്. എസ്സേസ് എന്ന് പറഞ്ഞാൽ ഒരുവിധം നോർമൽ ഡെറിവേഷൻസ് ആണ്. അതൊക്കെ അങ്ങനെ അങ്ങ് നമുക്ക് ആ ഒരു ലൈൻ ഓഫ് കണ്ടക്ട് അങ്ങനെ കണ്ടക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് കറന്റ് ഫ്ലോ ഇക്വേഷൻസ്, ഡിഫ്യൂഷൻ ലെങ്ത്, ഗ്രേഡിയന്റ് ഓഫ് ക്വാസി ഫെർമി ലെവൽ.
അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 1 ഉള്ളത് പറയാനുള്ളത്. ഇനി അടുത്തത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 അകത്ത് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പി എൻ ജംഗ്ഷൻസ്. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചു കാണും ടൈപ്സ് ഓഫ് പി എൻ ജംഗ്ഷൻ, ലൈക്ക് ഒരു പി എൻ പി, എൻ പി എൻ അങ്ങനെ പറഞ്ഞിട്ട് കുറേ പഠിച്ചു കാണും. ഏകദേശം അതിൻ്റെ ഒരു ബേസിക് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് കോൺടാക്ട് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ ഫീൽഡ്, പൊട്ടൻഷ്യൽ ആൻഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ജംഗ്ഷൻ, ബയാസിംഗ് ആൻഡ് എനർജി ബാൻഡ് ഡയഗ്രംസ്, പിന്നെ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ ഒരു ഡെറിവേഷൻ ആണ്, നമുക്കത് ഡെറൈവ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. അതൊരു എസ്സേ പോലെയാണ്, അത്യാവശ്യം നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതായത് ബി ജെ ടി, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതായത് ബി ജെ ടി. ട്രാൻസിസ്റ്റർ ആക്ഷൻ, ബേസ് വിത്ത് മോഡുലേഷൻ. ബേസ് വിത്ത് മോഡുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇതിലേക്ക് ലോങ് ആൻസറിലും ഷോർട്ട് ആൻസറിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ കറണ്ട് കമ്പോണൻസ് ഇൻ ബി ജെ ടി, ഡെറിവേഷൻ ഓഫ് കറണ്ട് കമ്പോണൻസ്, അതായത് ബി ജെ ടിക്കകത്തുള്ള കറണ്ട് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസിസ് ചെയ്യും. അതുപോലെ അതിൻ്റെ ഡെറിവേഷനും കാണും. അപ്പോൾ ഇത് നമുക്കൊരു 2 പാർട്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് 2 എസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂളും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 വരുന്നത് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് വർക്ക് ഫംഗ്ഷൻ, ഓമിക് ആൻഡ് റെക്ടിഫൈയിങ് കോണ്ടാക്ട്സ്, കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡിയൽ മോസ് കപ്പാസിറ്റർ. അതാണ് അടുത്തത്. ഐഡിയൽ മോസ് കപ്പാസിറ്റർ ആണ് അടുത്ത പാർട്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ബാൻഡ് ഡയഗ്രംസ് ഓഫ് ഇക്വിലിബ്രിയം, അക്യൂമുലേഷൻ, ഡിപ്ലീഷൻ ആൻഡ് ഇൻവേർഷൻ. ഇതൊരു എസ്സേ ആണ്. അതായത് ഒരു ബാൻഡ് ഡയഗ്രം നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഇക്വിലിബ്രിയമിൽ അതെങ്ങനെയായിരിക്കും, അക്യൂമുലേഷൻ മോഡിൽ അതെങ്ങനെയായിരിക്കും, ഡിപ്ലീഷൻ മോഡിൽ അതെങ്ങനെയായിരിക്കും, അതുപോലെ ഇൻവേർഷൻ മോഡിലും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മോസ്റ്റ്ലി ഉള്ളത് ഗ്രാഫ്, അതിൻ്റെ അനാലിസിസ്, നമ്മൾക്ക് ഡയഗ്രാം വരച്ച് അതിൻ്റെ അനാലിസിസ് അങ്ങനെ എഴുതുന്നതാണ് കൂടുതൽ കേട്ടോ. സി വി ക്യാരക്ടറിസ്റ്റിക്സ്, എഫക്ട്സ് ഓഫ് റിയൽ സർഫസസ്, ത്രെഷോൾഡ് വോൾട്ടേജ്, ബോഡി എഫക്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, അതാണ് മോസ്. അപ്പോൾ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഓഫ് എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ്, ഇതൊരു ഡെറിവേഷൻ ആണ്. ആക്ച്വലി അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ്റെ അകത്ത് നമുക്ക് ഗ്രാഫ് വരും, അതിൻ്റെ അകത്തുള്ള ലീനിയറും സാച്ചുറേഷൻ റീജിയണും ഒക്കെ നമ്മൾ അനാലിസ് ചെയ്യണം. പിന്നെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും. ആക്ച്വലി ഒരു ഗ്രാഫ് വരുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യണമല്ലോ. ഇത്രയാണ് മൊഡ്യൂൾ 3 വരുന്നത്. ഇനി മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 അകത്ത് നോക്കുവാണെങ്കിൽ നമുക്കിതൊരു 3 പാർട്ട് കാറ്റഗറൈസേഷൻ പിന്നെയും ചെയ്യാം. മോസ്ഫെറ്റ് സ്കെയിലിംഗ്. മോസ്ഫെറ്റ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലി നമ്മൾ നോക്കുവാണെങ്കിലും ഈ ഒരു ടേമിന് നമ്മൾ പിന്നെ കേൾക്കും. നമ്മൾ എൻറ്റയർ കോഴ്സിൻ്റെ അകത്ത് നോക്കുവാണെങ്കിലും ഈ ഒരു ടേം നമ്മൾ സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ കേൾക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. നീഡ് ഫോർ സ്കെയിലിംഗ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ് ആൻഡ് കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗ്. സ്കെയിലിംഗ് എങ്ങനെയൊക്കെയാണ്, സ്കെയിലിംഗിൻ്റെ ആവശ്യകത എന്താണ്, അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ ഇൻ മോസ്. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ ഒരു പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ചാനൽ എഫക്ട്സ് ഇൻ മോസ്ഫെറ്റ്. ഇതൊരു മോസ്ഫെറ്റിൽ ഉണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകൾ കാരണം അതിൽ കുറച്ച് എഫക്ട്സ് ഉണ്ടാവും. ആ എഫക്ട്സ് ഉണ്ടാവുന്നതിൻ്റെ കുറച്ച് ടൈപ്സ് ആണ് ചാനൽ ലെങ്ത് മോഡുലേഷൻ, DIBL അഥവാ ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരൽ ലോവറിംഗ്, വെലോസിറ്റി സാച്ചുറേഷൻ, ത്രെഷോൾഡ് വോൾട്ടേജ് വേരിയേഷൻസ് ആൻഡ് ഹോട്ട് കരിയർ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ടേം ബൈ ടേം ആയിട്ടും അതിൻ്റെ കൂടെ ഉള്ള കുഞ്ഞു കുഞ്ഞു ടേംസും അതെല്ലാം സബ് ടേംസും അതെല്ലാം പഠിച്ച് വേണമെങ്കിൽ ഇതൊരു എസ്സേ ആയിട്ടും ചോദിക്കാം, അഥവാ ഇതൊരു 3 മാർക്കോ 4 മാർക്കോ ആ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസിലും കണ്ടുവരാറുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെസ്ഫെറ്റ് ആൻഡ് ഫിൻഫെറ്റ്. ഇത് അടുത്ത പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് നോർമലി പഠിക്കുന്ന പോലെ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതൊരു എസ്സേ ആയിട്ട് പഠിച്ചു വെച്ചാൽ പിന്നെ ഈ പാർട്ട് അങ്ങനെ തിരിച്ച് നോക്കിയേ വേണ്ട. ഏകദേശം മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ, അതായത് കാണാപ്പാഠം പഠിക്കാതെ നമുക്കൊരു സംഭവം എവിടെ നിന്ന് വന്നു, അതിൻ്റെ ഡെറിവേഷനിലെ പോയിന്റ്, അതായത് അതിൻ്റെ ബേസ് കോർ എവിടെയാണ്, അതെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്ത് ടേം കണ്ടാലും ഈ ടേമിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ടി വരത്തുമില്ല. അറ്റ് ദ സെയിം ടൈം നമുക്കത് റിലേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ, കുറച്ച് ചെറിയൊരു എഫേർട്ട് ഇട്ട് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്കിത് ക്രാക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഈ സബ്ജക്റ്റ്. ആക്ച്വലി വലിയ
ടഫായിട്ടുള്ള ടോപ്പിക്സോ വലിയ ടഫായിട്ടുള്ള ലൈക്ക് ഒരു ബേസിക് ഇല്ലാണ്ട് അല്ലെ അഥവാ ഒരു ലോജിക് ഇല്ലാണ്ട് വരുന്ന ടോപ്പിക്സോ ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിൽ അങ്ങനെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുന്നോ അത്രയും നമുക്ക് ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് എപ്പോഴും ഓർമ്മ കാണും. അത് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ സെമിസ്റ്റേഴ്സിൻ്റെ അകത്ത് കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ VLSI വരാറുണ്ട്, അതുപോലെ എലക്റ്റീവിൽ തന്നെ ലോ പവർ VLSI വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടേംസ് അതിൻ്റെ അകത്തും വരും. അപ്പം നമുക്ക് പിന്നെയും ഒന്നും അറിയാത്ത പോലെ ഇരിക്കണ്ട, നമുക്കിപ്പോഴും ഇതിൻ്റെ ടേംസ് വെച്ച് നമുക്ക് മനസ്സിലാവും. ഇത് ആക്ച്വലി ഈസിയുടെ കോർ സബ്ജക്റ്റ് ആണ്, നിങ്ങളെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു കോർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ഇത് നോക്കി ആ രീതിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 4 മൊഡ്യൂൾസും പാർട്സ് വീതം കാറ്റഗറൈസ് ചെയ്ത് പഠിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ അത്രയും ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.